MLA രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മഹിളാ മോർച്ച തൃശൂരിൽ തൊട്ടിലാട്ട സമരം നടത്തി. പടിഞ്ഞാറേക്കോട്ടയിലെ കെ കരുണാകരൻ പ്രതിമയ്ക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധ സമരത്തിൽ നിരവധി പ്രവർത്തകരാണ് പങ്കെടുത്തത്. കോൺഗ്രസിന്റെ എല്ലാ ഓഫീസുകളിലും തൊട്ടിൽ കെട്ടേണ്ട അവസ്ഥയെന്ന് മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന വ്യാപകമായിട്ട് വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ തൃശ്ശൂരിൽ വ്യത്യസ്തമായിട്ടൊരു സമരം നടത്തിയിരിക്കുകയാണ്. അതായത് തൊട്ടിലാട്ടിക്കൊണ്ടാണ് ഇവിടെ സമരം നടത്തിയിരിക്കുന്നത്. അതായത് ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ കോൺഗ്രസിന്റെ എല്ലാ ഓഫീസുകളിലും ഈ തൊട്ടിൽ കെട്ടണം എന്നാണ് മഹിളാ മോർച്ച പറഞ്ഞിരിക്കുന്നത്. എന്തായാലും മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താണ് ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടൊരു സമരം നടത്താൻ കാരണം? ഒപ്പം തന്നെ കെ കരുണാകരന്റെ പ്രതിമയ്ക്ക് താഴെ അല്ലെങ്കിൽ അതിന് സമീപം നമ്മൾ ഈ സമരം നടത്തിയിരിക്കുന്നത്. എന്താണ് നമ്മൾ കൊടുക്കുന്ന സന്ദേശം? രണ്ട് സൂചനകളാണ് ഞങ്ങളുടെ ഇന്നത്തെ സമരത്തിലൂടെ മുൻപോട്ട് വെക്കുന്നത്. ഒന്ന്, ഈ സെന്റർ തെരഞ്ഞെടുത്തിരിക്കുന്നത് ലീഡർ സ്ക്വയർ ആണ് ഞങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് പരിപാടിക്ക് വേണ്ടി. അത് ഒരു ലീഡർ എങ്ങനെ ആയിരിക്കരുത് എന്നുള്ളതിന്റെ സൂചനയാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഒരു ജനപ്രതിനിധിയായി നിന്നുകൊണ്ട് തൻ്റെ സമൂഹത്തിലുള്ള സ്ത്രീകളെല്ലാം തന്നെ അവരുടെ മാനത്തെ ചോദ്യം ചെയ്യുന്ന നിലപാടുമായിട്ട് ഒരു ജനപ്രതിനിധി മുൻപോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അധിക നാൾ മുൻപോട്ട് പോകാൻ സാധിക്കില്ല. അതിൽ ശക്തമായിട്ട് പ്രതിഷേധവുമായിട്ട് മഹിളാ മോർച്ച രംഗത്തുണ്ടാകുമെന്നുള്ള സൂചന ഞങ്ങൾ നൽകുന്നു. ഈ ശ്രീ കരുണാകരന്റെ സ്മാരകത്തിന് മുൻപിൽ ഞങ്ങൾ ഈ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഇതിനു മുൻപ് അദ്ദേഹത്തിന്റെ ഭാര്യയെയും മകൾക്കുമെതിരെ എന്താ പറയുക, അത്രയ്ക്ക് നീചമായിട്ടുള്ള ആരോപണങ്ങളായിരുന്നു അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻപോട്ട് വെച്ചിരുന്നത്. അപ്പോൾ അത്തരത്തിൽ ശ്രീ കരുണാകരനെ ചോദ്യം ചെയ്യുന്ന, അദ്ദേഹത്തിന്റെ ഭാര്യയെ ചോദ്യം ചെയ്യുന്ന, അദ്ദേഹത്തിന്റെ മകളെ ചോദ്യം ചെയ്യുന്ന നിലപാട് അത് ശരിയായിരുന്നില്ല എന്നുള്ളത് ഇന്ന് കാലം തെളിയിച്ചിരിക്കുകയാണ്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിരവധി സ്ത്രീകളാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ഇന്ന് പൊതുരംഗത്ത് തെരുവിലിറങ്ങിയിരിക്കുന്നത് നീതിക്ക് വേണ്ടി. അപ്പോൾ അത്തരത്തിൽ ഈ ആരോപണ വിധേയരായിട്ടുള്ള വ്യക്തികൾ ഇന്ന് പൊതുസമൂഹത്തിൽ ഉണ്ടെങ്കിലും ഇത്രത്തോളം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വന്നിരിക്കുന്ന ഈ ആരോപണം എന്ന് പറയുന്നത് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. മഹിളാ മോർച്ചയുടെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇവിടെ ഈ ഒരു അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. വരും ദിവസങ്ങളിലും മഹിളാ മോർച്ച സമരം തുടരുമോ? തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ രാജിയിൽ കുറഞ്ഞൊന്നും ഞങ്ങൾ അനുവദിക്കുന്നതല്ല. രാജിവെക്കുന്നത് വരെ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ സമരങ്ങൾ ഉണ്ടായിരിക്കും. കേരളത്തിൽ എല്ലാ ഭാഗങ്ങളിലും ഇത്തരത്തിൽ തൊട്ടിൽ കെട്ടിയുള്ള പ്രതിഷേധം തന്നെയാണ് മഹിളാ മോർച്ച ആസൂത്രണം ചെയ്യുന്നത്. കാരണം ഇത്തരത്തിൽ യുവ നേതാക്കളെ ഇത്തരത്തിലാണ് വളർത്തി വലുതാക്കി കോൺഗ്രസ് സമൂഹത്തിലേക്ക് അയക്കുന്നത് എന്നുണ്ടെങ്കിൽ DCC ഓഫീസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നിരവധി തൊട്ടിലുകൾ ഈ തരത്തിൽ കെട്ടേണ്ടി വരുന്ന ഒരു സാഹചര്യം വന്നെത്തിയിരിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിലും സമാന നിലയിലുള്ള പ്രതിഷേധങ്ങൾ തുടരുമെന്നാണ് മഹിളാ മോർച്ച അറിയിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട, അതായത് മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ്റെ പ്രതിമയ്ക്ക് മുന്നിലാണ് മഹിളാ മോർച്ചയുടെ ഈ ഒരു പ്രതിഷേധം നടത്തിയിരിക്കുന്നത്. അതായത് BJP കൊടുക്കുന്ന ഒരു സന്ദേശവും അത് തന്നെയാണ്. അതായത് വരും ദിവസങ്ങളിൽ മഹിളാ മോർച്ച എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും സമാന നിലയിൽ തൊട്ടിൽ കെട്ടിക്കൊണ്ടുള്ള പ്രതിഷേധം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പ്രതിഷേധം തുടരുമെന്നും ഒപ്പം തന്നെ രാജിയിൽ കുറഞ്ഞൊന്നും മഹിളാ മോർച്ച ആവശ്യപ്പെടുന്നില്ലെന്നും അറിയിച്ചിരിക്കുകയാണ്. ക്യാമറമാൻ VN മനുകൃഷിക്കൊപ്പം സാനു കെ സജീവ്, ജനം, തൃശൂർ.